ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് കപ്പളങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കപ്പളങ്ങ, അത്ര മൂത്തല്ല കേട്ടോ. ഞാൻ കപ്പളങ്ങ തോരാൻ വെക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കി നമ്മൾ വെളുത്തുള്ളി, സവോളയും പച്ചമുളകും കൂടി ഇട്ടു കേട്ടോ. അപ്പം ഒന്ന് വഴന്ന് വരട്ടെ. ഞാൻ ഇച്ചിരി കടുകും ഉലുവയും കൂടി ഇട്ട് ആദ്യമേ കടുക് പൊട്ടിക്കും കേട്ടോ. എല്ലാ കറിയിലും ഞാൻ തോരൻ കറിയിലും കുറച്ച് ഉലുവ ഇട്ടുവേ, കുറച്ച് മാത്രം കേട്ടോ. മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സവോളയും കൂടി ഇട്ടേക്കാം. സവോള ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കപ്പളങ്ങ ഇടാം. കുറച്ച് സമയം അടച്ച് വെക്കട്ടെ. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് വരുവേ. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടുവാണ് ഞാൻ. അപ്പോൾ കുറച്ച് ഉപ്പിടുമ്പോൾ ഇച്ചിരി പെട്ടെന്ന് ആയി വന്നോളൂ. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇടാം. കുറച്ചിടുക. കൂടിപ്പോയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് നമുക്ക് പിന്നെ അവസാനം കുറച്ചിടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണേ. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി നമ്മൾ ഇടുവാണെങ്കിൽ സവോള പെട്ടെന്ന് മൂത്ത് വരും. സവോള പതുക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇട്ടാൽ മതിയേ. നമുക്ക് കരിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. കരിവേപ്പിലൊക്കെ ഇടുമ്പോൾ നമുക്ക് കറിക്കൊക്കെ ഒന്ന് ഞാൻ മുറിച്ചായിടുന്നത് കേട്ടോ. കറിക്കൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് കിട്ടും നമുക്ക് കരിവേപ്പില ഇടുമ്പോൾ. ഇനി സവോള ഒന്ന് മൂക്കട്ടെ കേട്ടോ. സമയം അടച്ചു വെക്കാം. നമ്മളെ കറി സവോള വഴന്ന് കേട്ടോ. അതിന് നമുക്ക് കപ്പളങ്ങ ഇടാം കേട്ടോ. ഇതാ കപ്പളങ്ങ ഇട്ടു. കപ്പളങ്ങ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കപ്പളങ്ങയ്ക്കകത്ത് പച്ചക്കറിയിൽ വെള്ളമുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ സിമ്മിലാക്കി നന്നായിട്ട് ഇളക്കി സിമ്മിലങ്ങ് വെക്കണം. അപ്പോൾ പതുക്കെ ഇതിനകത്ത് നല്ല വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. വെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് പോകും. അപ്പം ഒന്ന് പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെറിയ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ സിമ്മിലാക്കി വെക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ആവി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിടുക. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കണം. ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്ത് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെന്ത് പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനിയും ബാക്കി തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വേവിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ കയറി നമുക്ക് തേങ്ങ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ജീരകപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ജീരകം പൊടിയിൽ നമുക്ക് ജീരകം ഇടിച്ചിട്ടാലും മതി. എൻ്റെ ഒരു പൊടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചിട്ടാൽ മതി. ഒരു 1/2 സ്പൂണൊക്കെ ഇട്ടാൽ മതിയേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കപ്പളങ്ങ ജീരകം ഇട്ടിട്ട് കൂടി ഇടുന്നത് കേട്ടോ. ഏറ്റവും അവസാനമൊക്കെ ഇടാവുള്ളേ, ആദ്യം ഇടല്ലേ. അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോകും. നമ്മളിനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഏറ്റവും അവസാനമേ കുറച്ച് കരിവേപ്പില ഇവിടെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു. ഇനി നമ്മളൊന്ന് ലാസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഉപ്പൊക്കെ. ചെറിയ തീയിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് അടച്ച് വെക്കാമേ. നന്നായിട്ട് ആവിയൊക്കെ വന്ന് കപ്പളങ്ങ നന്നായിട്ട് വെന്തേ. ഇത്രയും വെന്താൽ മതി കേട്ടോ. ഓവറായിട്ട് വേവണ്ട. അപ്പോൾ ഇനി ഇരുന്നും കുറച്ച് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ ഇരുന്നും കുറച്ച് വേവും. അപ്പോൾ നല്ല കരിവേപ്പിലയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണ്. പിന്നെ നമുക്ക് രണ്ടാമത് ഉപ്പിടേണ്ട വന്നില്ല കേട്ടോ. പച്ചക്കറിക്ക് നമ്മൾ ഒത്തിരി ഉപ്പ് ഇടണ്ട. ആദ്യം ഇടുന്ന ഉപ്പ് പാകത്തിനായിരിക്കും. നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ കപ്പളങ്ങ ഇതേപോലെ കറി വെച്ചൊന്ന് നോക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ കൊടുക്കണേ. എല്ലാവർക്കും ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ല, പിള്ളേർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ വരുന്നവർ താങ്ക് യു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഷെയറും ലൈക്കും ചെയ്യണേ.